യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും അറിയിക്കുകയാണ്. ഈ നല്ല ദിവസം സന്തോഷത്തോടെ ആയിരിക്കാൻ, നല്ല കൂട്ടായ്മയോടെ ആയിരിക്കാൻ, എല്ലാ ഭാഗ്യവും സന്തോഷവും ദൈവം ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഈസ്റ്റർ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസം ഞങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച യേശു, ആ യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ചു. പടയാളികൾ കാവൽ നിന്നു. എങ്കിലും മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമാണ് ഈ ഉത്ഥാനം. പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പ് തിരുനാളിൻ്റെ നല്ല ദിവസം നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും ഒക്കെ പങ്കാളിയാകുന്ന, കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ആശംസിക്കുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പറഞ്ഞ ഒരു വാക്യം കരയണ്ടെന്നാണ്. എന്തിനാ കരയുന്നതെന്നാണ് ചോദിച്ചത്. എന്തിനാ വിഷമിക്കുന്നേ? എന്തിനാ കരയുന്നേ? കരയണ്ട. ആ വാക്യം ഞാനൊന്ന് വായിക്കുവാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 14-15 വാക്യം വായിക്കുവാണ്. ഇത് പറഞ്ഞിട്ട് പുറകോട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാ നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്തിനാ കരയുന്നേ? കരയണ്ട, വിഷമിക്കൊന്നും വേണ്ട. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വാക്കാ, എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്തിനാ കരയുന്നേ? നീ കരയണ്ട, വിഷമിക്കണ്ട. ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടിയാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തെന്നില്ലാത്തൊരു ബലമാണ്. എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുന്നത് പോലും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മളെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പേരത്രേ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു. ഈ നല്ല ദിവസമേ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചേ. എൻ്റേതായൊരു ചിന്തയോടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പീഡാസഹനങ്ങൾ, ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥ, തള്ളിപ്പറയുന്ന അവസ്ഥ, പലരും അവഗണിക്കുന്ന അവസ്ഥ, പരിഹസിക്കുന്ന അവസ്ഥ, വീണുപോകുന്ന സമയങ്ങൾ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേ, പ്രാർത്ഥിച്ച് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കതിന് ഉത്തരം ഉണ്ടാകത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്തിനോ വേണ്ടിയാണ്. എന്തുകൊണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ, ഇതെന്താ പുള്ളിക്ക് അങ്ങനെ ഒരു വിഷമം വന്നേ, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ പിറകിലൊരു ദൈവ പദ്ധതി ഉണ്ടെന്നും അതെന്തിനോ വേണ്ടിയായിരുന്നു എന്നും. ഈ ഉയർപ്പ് തിരുനാൾ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, നമ്മളും പുറമേ ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അകമേ പല കാര്യങ്ങളിൽ ആകുലതയും വ്യഗ്രതയും സങ്കടമൊക്കെ കാണാം.
എല്ലാത്തിൻ്റെ മേലും എന്തുകൊണ്ടാ എന്ന് ചോദിക്കുമല്ല, എന്തിനു വേണ്ടിയാണ്. ചിലത് രക്ഷാകരമാണ്, ചിലത് ഒരു ഉയർത്തെഴുന്നേൽപ്പലിലേക്ക് നയിക്കാനാണ്, ചിലത് അതെൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകുന്നതാണ്. എൻ്റെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, വേഗം പ്രതികരിക്കണം, അതിനെ ചോദ്യം ചെയ്യണം, അങ്ങനെ വിട്ടാൽ പറ്റിയല്ല, അങ്ങനെ വിട്ടേക്കരുത്, പ്രതികരിക്കണം, യുദ്ധം ചെയ്യണം, എന്നാലേ അതിൻ്റെ കാര്യം മനസ്സിലാവത്തുള്ളൂ. എന്തുകൊണ്ടാന്ന് ചോദിച്ച് അതിൻ്റെ പേര് യുദ്ധത്തിന് പോകണ്ട, അതെന്തിനോ വേണ്ടിയാണ്. ആ ഒരൊറ്റ വാക്കിൽ പല പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്തു, പല പ്രശ്നങ്ങളെയും സ്വീകരിച്ചു. എനിക്ക് മനസ്സിലായി ഇന്ന് അത് അഭിഷേകത്തിലേക്ക്, അനേകരുടെ കണ്ണുനീരൊപ്പാൻ, അനേകർക്ക് വചനത്തെ കൊടുക്കാൻ ഒരു ദൈവ പദ്ധതിക്ക് എന്നെ ഒരുക്കുവായിരുന്നു എന്ന്. എല്ലാ സങ്കടങ്ങളും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നില്ല, എന്തിനോ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ക്രൂശിൽ യേശു മരിച്ചു, യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, അവിടെ രക്തവും വെള്ളവും ഒഴുകി, യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ചു. ആ കല്ലറ അടച്ചു, മുദ്ര വച്ചു. പോരാത്തതിന് ആ കല്ലറയുടെ ചുറ്റും കാവൽക്കാരെ നിയോഗിച്ചു. അതായത് അങ്ങനെ അടക്കം ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന മാനുഷികമായ ചിന്തയുണ്ട്, തോറ്റു, പരാജയപ്പെട്ടു, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, തോറ്റു, കഴിഞ്ഞു, തീർന്നു, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. ഇങ്ങനെയൊക്കെ ഇന്നത്തെ ചില സാഹചര്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ തോന്നുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി പറയും, തീർന്നു, തോറ്റു, എല്ലാം അവസാനിച്ചു, ഇനിയില്ല, കഴിഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ. അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. കല്ല് വച്ചു, മുദ്ര വച്ചു, അതോടൊപ്പം കാവൽ നിർത്തി, പട്ടാളക്കാരെ കാവൽ നിർത്തി. പക്ഷേ ഒരു കാര്യം ഓർത്തോ, യേശു എങ്ങനെയാ ആ സഹനത്തെ സ്വീകരിച്ചത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താ മരിച്ചത്. നമ്മൾ നമ്മുടെ പ്രതിസന്ധികളെ ദൈവത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തതെങ്കിൽ എഴുതി വച്ചോ, ഇന്നലട്ടുന്ന ഒരു പ്രശ്നത്തിനും, ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും നമ്മളെ പൂട്ടി തോൽപ്പിക്കാനാവില്ല, നമ്മളെ തകർക്കാൻ പറ്റില്ല, നമ്മളെ നശിപ്പിക്കാനാവില്ല. ചില പ്രതിസന്ധികളും ഒറ്റപ്പെടലും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ എഴുതി വെച്ചുകൊള്ളുക, ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഉയർത്തിപ്പിടിക്കാൻ ഒരു സാക്ഷ്യവും ഉണ്ടായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കൊണ്ട് ശരിയാണ്, അപ്പുറത്തെ സൈഡിൽ ചൂണ്ടിക്കാണിക്കാൻ, അപ്പുറത്തെ സൈഡിൽ ഉയർത്തി നിർത്താൻ, അപ്പുറത്തെ സൈഡിൽ പറയാൻ ദൈവം ഒരു സാക്ഷ്യത്തെ കയ്യിൽ തരും. അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷ്യമാണ്. എല്ലാവർക്കും ഉയർപ്പിൻ്റെ, ഉത്ഥാനത്തിൻ്റെ, ഈസ്റ്ററിൻ്റെ നല്ല ദിവസം സ്നേഹത്തോടെ ഈ ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല യാത്രകൾ ചെയ്യാൻ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെ അടുത്ത് പോകാനും ഒരുമിച്ചിരിക്കാനും ഭാഗ്യവും നല്ല സമയവും ദൈവം നൽകട്ടെ. ഈ കൂട്ടത്തിൽ വേദനിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഹോസ്പിറ്റലായവരുണ്ട്, പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. നിങ്ങളെ കൂടി ഈ ഈസ്റ്ററിൻ്റെ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും, ഈസ്റ്ററിന് നല്ലൊരു ദിവസം സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. നാളെ തിങ്കളാഴ്ച ദൈവവചനം കേൾക്കാൻ നമുക്ക് ഒരുമിച്ചായിരിക്കാം. മറക്കാതെ 5:30 തന്നെ നാളത്തെ ദിവസം വചനം കേട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.